നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മാലോകരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഓണനാളിൽ നാം കണ്ടത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ ഭീകരമായ ദൃശ്യം കണ്ടാണ് നമ്മുടെ തിരുവോണനാൾ കടന്നുപോയത്. എന്തായാലും 2 വർഷം വൈകിയാണെങ്കിലും ആ ക്രൂരമായ നടപടിക്ക് ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമാണ് ഒരാശ്വാസം. ഇത്തരം ക്രൂരത പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. കുന്നംകുളത്തെ പോലീസുകാർ ഒരു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനോട് കാണിച്ച ആ ക്രൂരത മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചനുസരിച്ചാണെന്നോ അല്ലെങ്കിൽ CPMൻ്റെ തീരുമാനമാണെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചപ്പോഴും പോലീസുകാർ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ DGP രാവട ചന്ദ്രശേഖർ പറഞ്ഞു, ഇനി മേലിൽ ഇവിടെ ഇത്തരത്തിലുള്ള കസ്റ്റഡി പീഡനങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത് കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ഒട്ടേറെ DGPമാർ ഈ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസുകാരുടെ ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസിലെ ഒരു വിഭാഗം ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം ഒരു സർക്കാരിലോ ഭരണകൂടത്തിലോ ആരോപിക്കേണ്ടതില്ലെങ്കിൽ പോലും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധിപന്മാർ ഇതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങേയറ്റം ക്രൂരമായ, അങ്ങേയറ്റം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആ ദൃശ്യങ്ങളുടെ പുറത്തു വന്നത്. ഈ സംഭവം ഉണ്ടായിട്ട് ഇത് അറിയാത്തവരല്ല കേരളത്തിലെ പോലീസുകാർ. തീർച്ചയായിട്ടും ഈ ദൃശ്യം കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിരുന്നവരും കണ്ടിട്ടുണ്ടാവണം. എന്നിട്ടും ആ പോലീസുകാർക്ക് ആകെ നൽകിയ ശിക്ഷ എന്ന് പറയുന്ന അവരുടെ സൗകര്യമുള്ള സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ മാത്രമാണ്. ഇപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഈ പോലീസുകാർക്കെതിരായിട്ട് നടപടി ഉണ്ടായത് എന്നുള്ളത് വളരെ ലജ്ജാവഹമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെ ആ ദിവസം തന്നെ അപലപിക്കേണ്ടതായിരുന്നു. പക്ഷേ തൻ്റെ പേഴ്സണൽ സ്റ്റാഫും പോലീസും ചേർന്ന് ഒരാളെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം, കേരള പോലീസിലേക്ക് നൽകുന്ന സന്ദേശം, ജനങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം ഈ മർദ്ദനത്തിന് ഭരണകൂടം എതിരല്ല എന്നുള്ള ഒരു ഫീലിംഗാണ്. തീർച്ചയായിട്ടും പോലീസുകാരെ നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം ആഭ്യന്തരം ഭരിക്കുന്ന വകുപ്പ് മന്ത്രിക്ക്, അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അവർ നൽകുന്ന സന്ദേശമാണ് ഏത് കാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടിയോടായാലും പോലീസിൻ്റെ പെരുമാറ്റത്തിലുണ്ടാവുക. അതേസമയം തന്നെ എതിർകക്ഷികൾക്ക് തല്ലുകൊള്ളുമ്പോൾ സന്തോഷിക്കുന്ന സമീപനം ഒരു പാർട്ടിക്ക്, പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവുന്നത് ദോഷകരമാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ 4 തല്ല് കിട്ടിയാൽ സന്തോഷിക്കുന്ന മനോഭാവം CPMകാരനോ BJPക്കാരനോ ഉണ്ടാവാൻ പാടില്ല. CPMകാരന് 4 തല്ല് കിട്ടിയാൽ സന്തോഷിക്കുന്ന മനോഭാവം കോൺഗ്രസ്സുകാർക്കുണ്ടാവാൻ പാടില്ല. മർദ്ദനം ഏത് പോലീസ് നടത്തിയാലും ആരുടെ ഭരണകാലത്ത് നടത്തിയാലും അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം കേരളത്തിലുണ്ടായാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് അവരുടെ പരിശീലനമൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് നന്നായിട്ട് നടക്കുന്നത്. പരിശീലന കാലത്ത് പോലീസുകാരോടൊക്കെ സംസാരിച്ചാൽ അവരൊക്കെ കേരളത്തിൻ്റെ ക്രമസമാധാന പാലത്തിൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് രംഗത്തിറങ്ങുന്നവരാണ്. പക്ഷേ വളരെ പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ കാക്കി കുപ്പായം ഇട്ട് കഴിയുമ്പോൾ കേരളത്തിലെ പോലീസുകാരൊക്കെ മറ്റൊരാളായി മാറുകയാണ്. പണ്ടൊരിക്കൽ ശിങ്കാരുവാലു എന്നൊരു DGP ഉണ്ടായിരുന്നു, ഒരു DGP അല്ലെന്ന IG ഉണ്ടായിരുന്നു, ഒരു IG ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം കേരളത്തിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തിയ ആളാണ്. കേരള പോലീസിനെ അടിമുടി മാറ്റണമെന്ന് ആഗ്രഹിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അക്കാലത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ഇനിമേൽ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് ആര് വിളിച്ചാലും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വേണം സ്വീകരിക്കാൻ. അത് ഉത്തരവ് വഴി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഒരു ദിവസം ഇതൊന്നും അറിയാതെ എറണാകുളത്തെ ഒരു വ്യക്തി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അദ്ദേഹം എന്തോ പരാതി പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഫോൺ എടുത്തപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് കേട്ടു. അദ്ദേഹം വിചാരിച്ചു ഫോൺ നമ്പർ തെറ്റിപ്പോയതാണ്, റോങ് നമ്പറാണെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും അദ്ദേഹം നമ്പരൊക്കെ ചെക്ക് ചെയ്തിട്ട് വിളിച്ചു. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി വിളിച്ചു. അപ്പോഴും എന്താ കേൾക്കുന്നു ഗുഡ് മോർണിംഗ്. അദ്ദേഹം വീണ്ടും ഫോൺ കട്ട് ചെയ്തു. 3-ാം തവണ വിളിച്ചപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് മറുപടി, കഴിവരുടെ മോനെ, ഇത് 3-ാം തവണയല്ലേ താൻ വിളിക്കുന്നത്, തനിക്ക് ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് ബോധ്യമായി ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണെന്ന്. അപ്പോൾ പോലീസുകാരനെ എന്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാലും ഗുഡ് ഈവനിങ് പറഞ്ഞാലും പോലീസുകാരൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ഒരു പ്രതിയെ കാണുമ്പോൾ തല്ലാനായിട്ട് കൈത്തിരിക്കുക,
അസഭ്യം പറയാൻ വേണ്ടി നാക്ക് ധരിക്കുക, ഇതൊക്കെ പോലീസുകാരുടെ സ്വഭാവമാണ്, ഒരു ഭാഗം പോലീസുകാരുടെ സ്വഭാവമാണ്. അതിന് മാറ്റം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്ന പോലീസുകാർക്ക് കടുത്ത ശിക്ഷ നൽകണം. അവർ സർവീസിൽ തുടരാൻ സമ്മതിക്കരുത്. ഇപ്പോൾ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര് ക്രൂരമായി പെരുമാറിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനുകൾ കാക്കിയിട്ടിരുത്താൻ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരാൾ വശത്ത് പ്രതിപക്ഷ നേതാവ് നിയമം കയ്യിലെടുക്കുകയാണെന്ന് പറയാം, പക്ഷേ നീതി നടപ്പാകാത്ത ഒരു സ്ഥലത്ത് നിയമം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ പോലീസുകാർ മര്യാദയ്ക്ക് പെരുമാറണമെങ്കിൽ അവരുടെ പരിശീലനം മാത്രം നന്നായി നടന്നുകൊണ്ട് മാത്രമല്ല, പരിശീലനത്തിന് ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റം നിരീക്ഷിക്കാനും അവരുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ തിരിച്ചറിയാനുമുള്ള മറ്റൊരു സംവിധാനം കൂടി ഇവിടെ വേണം. പണ്ടൊക്കെ പോലീസ് മേലുദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷനുകളിൽ വേഷം മാറിയും ഒക്കെ ചെന്ന് അവിടുത്തെ പോലീസുകാരുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പണ്ട് ചാരക്കേസിൻ്റെ കാലത്ത് ഇവിടെ കേസന്വേഷിക്കാൻ വന്ന അന്നത്തെ IG ആയിരുന്ന PM നായർ പറഞ്ഞൊരു കഥ ഞാനതെൻ്റെ ചാരം എന്ന പുസ്തകത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്, പഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തെലുങ്ക് പത്രപ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനകത്തെ സംഭാഷണം കേൾക്കാം. ഈ SI സംസാരിക്കുന്നത്. SI പറയുകയാണ്, ഇവരെ അറസ്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു, ഞാൻ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ അവർ തെളിവുണ്ടാക്കാൻ പറഞ്ഞു, ഞാനിവിടെ പോയി തെളിവുണ്ടാക്കുമെന്ന്. ഈ സംഭാഷണമെല്ലാം കേട്ടിരിക്കുന്ന സമയത്ത് ഇയാളൊരു തെലുങ്കനാണ് എന്ന് കരുതി ഇയാൾക്ക് മലയാളം അറിയില്ല എന്നുള്ള ധാരണയിൽ അവിടുത്തെ പോലീസുകാരൻ ഇയാളോട് മോശമായി പെരുമാറുകയും ഇയാളെ ബെഞ്ച് മാറ്റിയിരുത്തുകയൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥനാണ് ഈ അനുഭവം ഉണ്ടായത്. അദ്ദേഹം പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം അവിടെ പോയതുകൊണ്ടാണ് അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രച്ഛന്ന വേഷത്തിൽ അവരാൽ തന്നെയല്ല മറ്റുള്ളവരെ അയച്ച് ഓരോ പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓരോ പോലീസ് സ്റ്റേഷനിലെയും CCTV കൃത്യമായി പരിശോധിച്ച് പോലീസുകാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവലോകനം നടത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥരിലെ മോശമായി പെരുമാറുന്ന, ഇതൊരു മാനസിക രോഗമായിട്ട് ക്രിമിനൽ സ്വഭാവത്തോടെ കൊണ്ടു നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൈയോടെ നടപടി സ്വീകരിക്കാനുള്ള സംവിധാനം വരണം. അങ്ങനെ പോലീസിനെ മുച്ചൂടെ ശുദ്ധീകരിച്ചാൽ മാത്രമേ പോലീസിന്റെ സമീപനത്തിൽ മാറ്റം വരികയുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിൽ ഈ പല റവട ചന്ദ്രശേഖരന്മാരും ഇനിയും വരും, പക്ഷേ കേരളത്തിൻ്റെ പോലീസ് ഇത് തന്നെ തുടരും. ഇവിടെ കസ്റ്റഡി മരണവും ഇവിടുത്തെ മർദ്ദനവും പീഡനവും എല്ലാം ഇതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.